അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത യൂണിറ്റ് 2, ദിറാസത്തുൻ അൻ റിവായത്തി അൽ കർണക് ലി നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിൻ്റെ നോവലായ കർണക്കിനെ കുറിച്ചുള്ളൊരു പഠനമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. മിനൽ മൽഹൂദ് അന്ന ലിൽ അദീബി നജീബ് മഹ്ഫൂദ് അസറുൻ കബീറുൻ ഫി തതവ്വുരി അർ റിവായ അൽ അറബിയ്യ അമ്മതൻ. ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് സാഹിത്യകാരനായ നജീബ് മഹ്ഫൂദിനുണ്ട് അസറുൻ കബീറുൻ, വലിയ സ്വാധീനമുണ്ട് എന്നതിൻ്റെ വിഷയത്തിൽ അറബി നോവലുകളുടെ വളർച്ചയുടെ കാര്യത്തിൽ പൊതുവായി പറയുമ്പോൾ. വഫിർ റിവായ അൽ മിസ്രിയ അൽ ഹദീസ, ആധുനിക ഈജിപ്ഷ്യൻ നോവലുകളുടെ കാര്യത്തിൽ ഖാസത്തൻ പ്രത്യേകിച്ച് പറയുമ്പോൾ. വക്കാനത്ത് റിവായത്തുഹു ബി മൻസിലത്തി സിജില്ലി താരീഖി, അദ്ദേഹത്തിൻ്റെ റിവായകളൊക്കെ നിലകൊള്ളുന്നത് അത് ഒരു മൻസിലയിലാണ്, ഒരു സ്ഥാനത്താണ്. ഏതാണ് സ്ഥാനം? സിജില്ലി താരീഖി, ചരിത്രപരമായ ഏടുകൾ, ചരിത്രത്തിൻ്റെ ഏടുകൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ രേഖ പോലെയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. ഏത് കാലത്തിൻ്റെ? ലിഫത്റാത്തി താരീഖി മിസ്ര അൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഈജിപ്ഷ്യൻ ചരിത്രത്തിൻ്റെ കാലഘട്ടങ്ങൾക്കുള്ള. ബിമാ ഫീഹ മിനൽ ഹറക്കാത്തി, അവിടെ ഉണ്ടായിട്ടുള്ള സിയാസിയ, രാഷ്ട്രീയ ഹറക്കാത്തുകൾ, പ്രസ്ഥാനങ്ങൾ, ചലനങ്ങൾ. വസൗരിയ, വിപ്ലവം. വസഖാഫിയ, സാംസ്കാരികം. വൽഫിക്കരിയ, ചിന്താപരം. ഈ മേഖലകളിലൊക്കെ ഉണ്ടായ മുന്നേറ്റങ്ങളുടെ, ചലനങ്ങളുടെ, പ്രസ്ഥാനങ്ങളുടെയൊക്കെ വ്യത്യസ്തമായ ചരിത്ര കാലഘട്ടങ്ങളെ രേഖപ്പെടുത്തിയ ഏടുകൾ എന്ന് പറയാൻ പറ്റും. കമ അന്നഹ ഖാമത്ത്, അതോടൊപ്പം ആ നോവലുകൾ നിലകൊള്ളുന്നു ബി തൗസീഖി അൽ ഖദായ അസിയാസിയ വൽ ഇജ്തിമാഇയ്യ, ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളുടെ, ഇഷ്യൂകളുടെ ഒരു തൗസീഖ്, ഒരു ഡോക്യുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് അവ നിലകൊള്ളുന്നത്. വറസദത്തിൽ മുജ്തമഅ അൽ മിസ്രിയ വൽ ഹയാത്ത് അൽ മിസ്രിയ ബികുല്ലി മാ ഫീഹ മിനൽ ഇൽതിറാബാത്തി വത്തനാഖുലാത്തി, ആ നോവലുകളൊക്കെയും തന്നെ ഈജിപ്ഷ്യൻ സമൂഹത്തെയും ഈജിപ്തിലെ ജീവിതത്തെയും അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ സംഘടനകളെയും ഏറ്റുമുട്ടലുകളെയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചവയാണ് ആ നോവലുകൾ. അമ്മ റിവായത്തുഹു അൽ കർണക്, അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർണക് എന്ന ഈ നോവൽ ഫഹിയ ഖൈറു മിസാലിൻ, അത് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. ലിഹാദത്ത് സുവീർ, ഈ ഒരു ചിത്രീകരണത്തിനുള്ള. ഹൈസു തുആലിജു ഫത്ര ഹാസിമ, അത് നിർണായകമായ ഒരു കാലഘട്ടത്തെ കൈകാര്യം ചെയ്യുന്ന, അവയെ ചിത്രീകരിക്കുന്ന ഒരു നോവലാണ്. ബിൻ നിസ്ബത്തി ഇലാ താരീഖ് മിസ്ർ അൽ ഹദീസ്, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ ആധുനിക ചരിത്രവുമായി ബന്ധപ്പെട്ട. വതുജസ്സിദുൽ ഇൻഹിയാർ വൽ ഫസാദ ഫിൽ മുജ്തമഇൽ മിസ്രി, ഈജിപ്ഷ്യൻ സമൂഹത്തിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ, തകർച്ചകൾ, അവയ്ക്ക് രൂപം നൽകുന്നതാണ് ഈ ഒരു കഥ, ഈ ഒരു നോവൽ. ബിസബബിൽ ഖംഇ വൽ ഇസ്തിബ്ദാദി മിൻ ഖിബലിൽ ഹുക്കാം, ഏത് രൂപത്തിൽ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അടിച്ചമർത്തലിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും കാരണങ്ങൾ കൊണ്ട് ഈജിപ്ഷ്യൻ സമൂഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവയ്ക്ക് ജസദ് കൊടുക്കുന്ന, തുജസ്സിദു, അവ രൂപീകരിക്കുന്ന രൂപത്തിലാണ് ഈ നോവൽ കർണക് മുന്നോട്ട് പോകുന്നത്. ഇനി റിവായത്തു നജീബ് മഹ്ഫൂദ് അൽ കർണക്. നുഷറത്ത് റിവായ അൽ കർണക് ലിൽ മറത്തുൽ ഊല സന 1974 മിലാദിയ. കർണക് എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ആദ്യമായി പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1974 വസമനു കിതാബത്തിഹ ഹുവ ആം 1971 മിലാദിയ. 1971 അതിൻ്റെ രചന അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കമാ ഹുവ വാദിഹുൻ മിന താരീഖിൽ മദ്കൂർ ഫി നിഹായത്തി റിവായ, ഈ പറയപ്പെട്ട ഡേറ്റുകളൊക്കെ നോവലിൻ്റെ അവസാനത്തിൽ പറയപ്പെട്ടതാണ്. വഖദ് തമ്മ തഹ്വീലു ഹാദിഹി റിവായ ലഫിലിം സിനിമാഇ ആം 1975 മിലാദിയ. 1975 അദ്ദേഹത്തിൻ്റെ ഈ നോവൽ സിനിമയായിട്ട് രൂപാന്തരം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. തതകവ്വനു ഹാദിഹി റിവായ മിൻ 4 ഫുസൂലിൻ, ഈ നോവൽ 4 ചാപ്റ്ററുകൾ ഉൾക്കൊള്ളുന്നതാണ്. യഹ്മിലു കുല്ലു വാഹിദിൻ മിനൽ ഫുസൂൽ, ഓരോ ചാപ്റ്ററുകളും അവ വഹിക്കുന്നുണ്ട് ഇസ്മ അഹദി ഷഖ്സിയാത്തിൽ മിഹ്വരിയ ഫി റിവായ, ആ നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ പേരുകളാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും അദ്ദേഹം നൽകിയിട്ടുള്ള പേരുകൾ അതിൽ ഓരോ കഥാപാത്രത്തിൻ്റെ പേരുകളാണ്. വതഅതി അസ്മാഉൽ ഫുസൂലിൽ 4, ആ 4 ചാപ്റ്ററുകളും ഈ രൂപത്തിലാണ് പേരുകൾ വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിലാണുള്ളത്. ഏത് രൂപത്തിൽ? ഒന്ന് ഖുറൻഫൂല, ഒന്നാമത്തെ ചാപ്റ്റർ. ഇസ്മായിലു ഷെയ്ഖ്, സൈനബ് ദിയാബ്, ഖാലിദ് സുഹ്വാൻ, ഇങ്ങനെ 4 ചാപ്റ്ററുകൾ. അമ്മ ബിന്നിസ്ബത്തില തസ്മിയത്തിൽ റിവായ, എന്നാൽ നോവലിന് നൽകിയ പേരിനെ പറ്റി പറയുമ്പോൾ ഫഹാദ് അൽ ഇസ്മു, ഈ പേര് അൽ കർണക് എന്നുള്ളത് യുഷീറു മുബാശറൻ ഇലൽ മഅബദ് അൽ ഫിർഔനി അശ്ശാമിഖ് അൽ വാഖിഅ ഫി മദീനത്തിൽ അഖ്സർ,
അത് ഈ അൽ കർണക് എന്ന പേര് അത് യുഷീറു മുബാഷറൻ ഡയറക്റ്റായിട്ട് അത് സൂചന കൊടുക്കുന്നത് ഇലൽ മഅബദിൽ ഫിർഔൻ്റെ കാലത്തുണ്ടായ ഒരു ദേവാലയത്തിലേക്കാണ്. ആ ദേവാലയം അഷാമിഖുൽ വാഖി, അത് ഉയർന്നു നിൽക്കുന്ന ദേവാലയമാണ് ഫി മദീനത്തി അൽ അക്സർ, ലക്സർ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഫിർഔൻ്റെ കാലത്തുണ്ടായിരുന്ന ഫറോവമാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ആരാധനാലയത്തിൻ്റെ പേരായിരുന്നു അൽ കർണക്. ലക്സർ സിറ്റി എവിടെയാണ്? ഫി സഈദ് മിസ്റിൻ്റെ പ്രാന്തപ്രദേശങ്ങളുള്ള മിസ്റിൻ്റെ പ്രദേശത്തുള്ള. ലാക്കിൻ ഹുന, പക്ഷേ ഇവിടെ അൽ കർണക്, ഇവിടെയുള്ള കർണക്, ഈ കഥയുള്ള കർണക് അത് ഇസ്മുൻ ലി മഖ്ഹ ഷഅബിയൻ, ഒരു ജനകീയ കോഫി ഷോപ്പിൻ്റെ പേരാണ്. ബി വസത്തിൽ ഖാഹിറ, കൈറോയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന. അല്ലാതെ യദൂറു അഗ്ലബു അഹ്ദാസിൽ റിവായ ദാഖിലുഹു, ഈ നോവലിൻ്റെ അധിക സംഭവ വികാസങ്ങളും അവ നടക്കുന്നത് ഈ ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ടുമാണ്. വലിൻ നുഖാദി ആറാ ഉൻ മുഖ്തലിഫ ഫിർ റാവി, ഇനി ഈ കഥയിൽ ഒരു റാവിയുണ്ട്, ഈ കഥ പറയുന്ന ഒരാൾ, അത് ആ നരേറ്റർ അതാരാണ് എന്ന കാര്യത്തിൽ നാഖിദീങ്ങൾക്കിടയിൽ, നിരൂപകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ലദീ യസ്റുദു അഹ്ദാസ റിവായത്തിൽ കർണക്കിൻ്റെ നോവലിലെ സംഭവങ്ങൾ ആഖ്യാനം നൽകുന്ന. യറ ബഅദുഹും, ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു, അന്നൽ കാതിബ നജീബ് മഹ്ഫൂദ് നഫ്സഹു ഹുവർ റാവി, ഇതിലെ റാവി, ആ കഥ അവതരിപ്പിക്കുന്ന പറയുന്ന ആൾ, ആ കഥാപാത്രം അത് നജീബ് മഹ്ഫൂദ് തന്നെയാണ് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഫി ഹീനിൻ, അതേസമയം യറ ബഅദുൻ ആഖർ, മറ്റു ചിലർ അന്ന റാവി ഹുവ താരീഖ്, അത് ചരിത്രമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്, ചരിത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന രൂപത്തിൽ. അമ്മ ഖൽഫിയ ഹാദിഹി റിവായ, അങ്ങനെയൊക്കെയാണെങ്കിലും ഈ നോവലിൻ്റെ ബാക്കിലുള്ളത്, പിന്നാമ്പുറത്തുള്ളത്, ഫതഊദു ഇല തിൽക്കൽ ഫത്ര അൽ മുംതദ്ദ അല്ലത്തി ആശത് ജംഹൂരിയത്ത് മിസ്ർ അൽ അറബിയ, അത് ചെന്നെത്തുന്നത് ഇല തിൽക്കൽ ഫത്ര, ഒരു പീരീഡിലേക്കാണ്, ഒരു കാലത്തേക്കാണ്. ഏതാണ് ആ കാലം? അൽ മുംതദ്ദ, നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടം. അല്ലത്തി ആശത് ജംഹൂരിയത്ത് മിസ്ർ അൽ അറബിയ, അറബിയിലെ ജനങ്ങൾ ജീവിച്ച, താമസിച്ച. ഏതാണ് ആ കാലം? ബൈന ഹർബൈനി, രണ്ട് യുദ്ധങ്ങൾക്കിടയിലെ കാലഘട്ടം. അവിടേക്കാണ് ഈ നോവലിൻ്റെ സിറ്റുവേഷൻ പോകുന്നത്. ഏതാണ് രണ്ട് യുദ്ധം? ഹുമ ഹർബുൻ നെക്സ 1967 ഹർബുൻ നെക്സ, പരാജയത്തിൻ്റെ യുദ്ധം, അല്ലെങ്കിൽ തകർച്ചയുടെ യുദ്ധം എന്നറിയപ്പെട്ട. അതൽ മഷ്ഹൂറ, അത് പ്രസിദ്ധമായിട്ടുണ്ട് ഫി താരീഖ്, ചരിത്രത്തിൽ, ബിസ്മി ഹസീമത്തു ഹസീറാൻ, ജൂണിൻ്റെ പരാജയം എന്ന പേരിൽ, ഹസീമത്തു ഹസീറാൻ എന്ന പേരിൽ പ്രസിദ്ധമായ യുദ്ധം. മറ്റൊന്ന് വഹർബു തഹരീർ അൽ വാഖിഅ ഫി ആം 1973, 1973 ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ യുദ്ധം, ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിയ യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള ഒരു പീരീഡാണ് ഈ നോവലിൻ്റെ ഖൽഫിയത്ത്. അൽ ഫത്ര അൽ മംലൂഅ, ആ കാലഘട്ടം നിറഞ്ഞതായിരുന്നു. ബിൽ തിറാബാത്തി വൽ ഫൗദ, അരക്ഷിതാവസ്ഥയും സംഘടനകളും ബുദ്ധിമുട്ടുകളൊക്കെ. തഹ്കീ അൽ റിവായത്തു അനിൽ ഖംഇ വൽ ഇസ്തിബ്ദാദ്, ഈ നോവൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് സപ്രഷൻ, അടിച്ചമർത്തലിനെയും അതുപോലെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചൊക്കെ. മിൻ ഖിബലിൽ ഹാക്കിമിർ റഈസ് ജമാൽ അബ്ദുൽ നാസർ, ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ജമാൽ അബ്ദുൽ നാസർ എന്ന ഭരണാധികാരിയുടെ പക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള. പിന്നെ വഅനിൽ ഫസാദിൽ മുൻതഷിർ, അവിടെ വ്യാപിച്ചു കിടക്കുന്ന കുഴപ്പങ്ങളെപ്പറ്റി, ഫി സമാനിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, ജമാൽ അബ്ദുൽ നാസറിൻ്റെ കാലഘട്ടത്തിൽ. വൽ മഷാക്കിൽ, മറ്റു പ്രതിസന്ധികളെ പറ്റി, അല്ലത്തി യുആനി മിൻഹ ശബാബുൽ മുസഖഫൂൻ, വിദ്യാഭ്യാസമുള്ള യുവാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. ഇതൊക്കെയാണ് ഈ നോവൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തെർസമുർ റിവായ, ഈ നോവൽ വരച്ചു കാണിക്കുന്നു അൽ ഫിആല ശനീഅ, വളരെ മോശമായ പ്രവർത്തികളെ. ഗൈറ മുബററ, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത. എവിടെ നിന്നുണ്ടാകുന്നു? മിൻ ഖിബലി അജ്ഹിസത്തിൽ അംനി വൽ മുഖാബറാത്തിൽ മിസ്രിയ, അജ്ഹിസത്തുൽ അംനി വൽ മുഖാബറാത്ത് മിസ്രിയ, ഈജിപ്ഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസി, അവരുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ അടുക്കൽ നിന്നുണ്ടായിട്ടുള്ള മോശമായ പ്രവർത്തനം. ഹൈസു തുബയ്യിനു ഖിസ്സത്തുൻ, ഈ കഥ നമുക്ക് വ്യക്തമാക്കുന്നു. മജ്മുഅത്തുൻ മിന ശുബ്ബാൻ ഫിൽ ജാമിഅ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, തമ്മ ഇഅ്തിഖാലുഹും, അവരെ അറസ്റ്റ് ചെയ്തു. ദൂനൽ ജറായിമി വൽ അസ്ബാബിൽ വാദിഹ, വ്യക്തമായ കാരണങ്ങളില്ലാതെ, കുറ്റങ്ങളില്ലാതെ, ജറായിം കുറ്റങ്ങൾ. വക്കാലത്തിൽ ജരീമത്തുൽ മുത്തഹമ അലൈഹിം, അവരിൽ ആരോപിതമായ കുറ്റം എന്ന് പറയുന്നത് ഇന്നമാ ഹിയ മുജാലസത്തുഹും, അവർ ഇരിക്കുന്നു എന്നുള്ളതാണ്, സഹവസിക്കുന്നു എന്നുള്ളതാണ്. മഅബഅദിൽ മുഫക്കിരീൻ, ചില ചിന്തകന്മാരോടൊപ്പം. അല്ലദീന, എങ്ങനത്തെ ചിന്തകന്മാർ? കാനു യൻതഖിദൂന അൽ ഹാക്കിം റഈസ്, പ്രസിഡൻ്റായ ഭരണാധികാരിയെ നിരൂപണം നടത്തുന്ന ഒരു കൂട്ടം ചിന്തകന്മാരെ കൂടെ അവർ ചെലവഴിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റമായി ആരോപിക്കുന്നത്. അതോടൊപ്പം വസ്സൗർ അൽ ഖാത്തി അൽ വാഖിഅ ഫി ഹുക്മിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള തെറ്റായ ചില വിപ്ലവങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നിരൂപണം നടത്തുന്ന ചില ആളുകൾ, ചിന്തകന്മാർ, അവരെ കൂടെ
ഇരുന്നു എന്ന തെറ്റ് മാത്രമാണ് ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്. അക്കാരണം കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി മുഹ്തവൽ ഫസ്ലൈനിൽ അവ്വലി വസ്സാനി മിനർ റിവായൽ കർണക്. കർണക് എന്ന നോവലിൻ്റെ 1-2 ചാപ്റ്ററുകളുടെ ഉള്ളടക്കം. ഫി ബിദായത്തിൽ റിവായ, നോവലിൻ്റെ ആരംഭത്തിൽ യസ്റുദു ലദൈന റാവി, റാവി നമുക്ക് കഥ പറഞ്ഞു തരുന്നു. കൈഫ ഉസിറ അലൽ മഖ്ഹൽ കർണക്, എങ്ങനെയാണ് ആ കർണക് എന്ന കോഫി ഷോപ്പ് ഉണ്ടാകുന്നത്. വൽതിസാഖുഹു, അവിടേക്ക് അദ്ദേഹം ആ റാവി അല്ലെങ്കിൽ അത് വരുന്നതും നജീബ് മഹ്ഫൂദ് വരുന്നതും ബി സുവാരിഹി, അവിടുത്തെ സുവാറുകളോടൊപ്പം സന്ദർശകരോടൊപ്പം. സുമ്മ യുസവ്വിറു അനിൽ അഷ്ഖാസിൽ മൗജൂദീന ഫിൽ മഖ്ഹ, പിന്നെ ആ കോഫി ഷോപ്പിലുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു, അവരെ ചിത്രീകരിക്കുന്നു. ഫീഹിം, അവരുടെ കൂട്ടത്തിലുണ്ട് അൽ കുഹൂലു, പ്രായമേറിയവരുണ്ട്, ഷുബ്ബാൻ, യുവാക്കളുണ്ട്, വബൈനഹും ഫതാത്തുൻ, യുവതികളുണ്ട്, അവർക്കിടയിൽ യുവതിയുണ്ട്, വറജുലൻ, ഒരു യുവതിയും ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ആ ചെറുപ്പക്കാരൻ ആരാ? ദു മക്കാനിൻ ആലിൻ, നല്ല സ്ഥാനമുള്ള, യഅമലു മുദീർ അലിൽ അലാഖാത്തിൽ ആമ, പബ്ലിക് റിലേഷൻ വകുപ്പിലെ ഡയറക്ടറായി ജോലി ചെയ്യുന്ന, ഫി ഇഹ്ദൽ മുഅസ്സസാത്തി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. വബൈനഹും, അവർക്കിടയിലുണ്ട്, മാസിഹുൽ അഹ്ദിയ, ചെരുപ്പ് കുത്തികളും ഷൂ പോളിഷ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. വഅമിലൻ നദാഫ, അതോടൊപ്പം ലോണ്ടറി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രസ് ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട്. വസാഖി, അതേപോലെ കള്ള് വിതരണം ചെയ്യുന്ന ബാറുടമകളുണ്ട്. വംറഅത്തുൻ, ഒരു സ്ത്രീയുമുണ്ട്. ഫി അർബഈനിയതിഹ, അവളുടെ 40കളിലാണ്, ആ ഒരു സ്ത്രീയും അവിടെയുണ്ട്. ഇസ്മുഹ, അവളുടെ പേര് ഖുറൻഫുല എന്നാണ് അവളുടെ പേര്. വഹിയല്ലത്തി തുദീറു ഷുഊൻ അൽ മഖ്ഹ, കോഫി ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവളാണ്. അപ്പോൾ അവളുടേതാണ് കോഫി ഷോപ്പ്. കാലത്തിൽ ഖുറൻഫുല റാഖിസ, ഈ ഖുറൻഫുല അവളൊരു നർത്തകി കൂടിയാണ്. വബഅദ ഇഅ്തിസാലിഹ, അവൾ ഏകാന്ത ജീവിതം ആരംഭിച്ച ശേഷം, ഖാമത്ത് ബിഫ്തിതാഹി ഹാദൽ മഖ്ഹ, ഈ ഒരു കോഫി ഷോപ്പ് അവൾ ഓപ്പൺ ചെയ്തപ്പോഴാണ്. ഏതാണ് കോഫി ഷോപ്പ്? അൽ കർണക്. തബ്ദഉ അഹ്ദാസു റിവായ മഅ അദമി ഹുദൂരി മജ്മുഅത്തിൻ മിന ശുബ്ബാൻ. ഇനി ഈ നോവലിൻ്റെ സംഭവങ്ങൾ ആരംഭിക്കുന്നത്, അതിലെ ഇൻസിഡൻസ് ആരംഭിക്കുന്നത്, ആ ഒരു കൂട്ടം യുവാക്കൾ അവിടെ ഹാജരാകുന്നില്ല, അവർ വരുന്നില്ല. അല്ലദീന കാനൂ യർതാദൂന അൽ മഖ്ഹ, അവർ സ്ഥിരമായിട്ട് കോഫി ഷോപ്പിൽ വരുന്ന ആളുകളായിരുന്നു, അവരെ കാണാനില്ല. വബഅദ ദാലിക ഉലിമ അൽ അംറു, പിന്നീട് കാര്യം വ്യക്തമാകുന്നു, ബി അന്നഹും മുഅ്തഖലു, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വക്കാന ഹിൽമി ഹമാദ എന്ന വ്യക്തി മിൻ അബ്റസി സുവാരിൽ മഖ്ഹൽ കർണക് കോഫി ഷോപ്പിലെ സന്ദർശകരിലെ പ്രമുഖനായ വ്യക്തിയാണ് ഹിൽമി ഹമാദ. വഹുവ താലിബുൻ ജാമിഇയ്യുൻ ഷിയൂഇയ്യുൻ, അവൻ ഈ ഹിൽമി ഹമാദ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. മിൻ മുഅയ്യിദി അസ്സൗറ, അവിടെ നടന്ന വിപ്ലവത്തെ അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ലാക്കിൻ ഉഅ്തഖല ഇദ്ദത മറാത്തിൻ, പക്ഷേ ഈ ഹിൽമി ഹമാദ പല തവണയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബിസബബി തുഹ്മ അൽ മുവജ്ജഹ ഇലൈഹി, അവനെ കുറിച്ചുള്ള കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട്. ബിഅന്നഹു മുഖാലിഫുൻ ലിസൗറ, അവൻ ഈ വിപ്ലവത്തിൻ്റെ എതിരാളിയാണ് എന്ന നിലക്ക്. വമബാദിഇഹ വരിജാലിഹ, അതോടൊപ്പം തന്നെ ഈ വിപ്ലവത്തിൻ്റെ ആദർശത്തിൻ്റെ എതിര് നിൽക്കുന്ന പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ തത്വങ്ങളും ആദർശങ്ങളും അതേപോലെ അതിൻ്റെ ആളും റിജാലും ഇവർക്കൊക്കെ എതിരാണ് എന്ന നിലക്കാണ് അദ്ദേഹത്തിൽ ആരോപിതമായ കുറ്റം. ഉഅ്ദിബ ഹിൽമി ഫി ഗയാഹിബി സിജ്ൻ, ഈ ഹിൽമി എന്ത് ചെയ്തു? ജയിലറകളുടെ ഇരുട്ടുകളിൽ വെച്ച് ധാരാളമായി പീഡിപ്പിക്കപ്പെട്ടു. എങ്ങനെ? ബി അബ്ശഇ തഅദീബ്, അങ്ങേയറ്റത്തെ പീഡനം. മിൻ ഖിബലി അജ്ഹിസത്തിൽ അംന്, ഈ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന്. ഫി റഅ്സിഹ, ആ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഹെഡാരായിരുന്നു ഖാലിദ് സഫ്വാൻ. അദ്ദേഹം ഖാസിനു ഖുബിയത്തി സുജൂൻ, ഈ ജയിലിൻ്റെ ഉള്ളറകളുടെ ഖാസിൻ, കാവൽ നേതാവ് കൂടിയാണ്. വതൻതഹി ഹയാത്തു ഹിൽമി, അങ്ങനെ ഹിൽമിയുടെ ജീവിതം തന്നെ അവസാനിക്കുന്നു. മുഅർറദൻ ലിത്തഅദീബിൽ വഹ്ശി, വന്യമായ ഈ പീഡനത്തിന് വിധേയനായിക്കൊണ്ട്. ഫിസ്ജിനിൽ ഹർബി, ആ യുദ്ധ ജയിലറകൾക്കുള്ളിൽ വെച്ച്. ഹാക്കദ യൻതഹിൽ ഫസ്ലുൽ അവ്വൽ, അങ്ങനെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നു. അൽ മുസമ്മ ബി അൽ ഖുറൻഫുല, അതിൻ്റെ പേര് അൽ ഖുറൻഫുല എന്നാണ്. മിന റിവായത്തിൽ കർണക് എന്ന നോവലിലെ. വഫിൽ ഫസ്ലി സാനി അൽ മുഅൻവൻ ഇസ്മായിൽ അഷ്ശൈഖ്, രണ്ടാമത്തെ ചാപ്റ്റർ ഇസ്മായിൽ ഷെയ്ഖ് എന്ന ഹെഡിങ് ഉള്ള രണ്ടാമത്തെ ചാപ്റ്റർ. യഖൂദുന റിവ, ഈ നോവലിസ്റ്റ് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നു ഇല ഹയാത്ത് ഇസ്മായിൽ ഷെയ്ഖിൻ്റെ ജീവിതത്തിലേക്ക്. വഹുവ മിന ശഖ്സിയാത്തിൽ മെഹ്വരിയ ഫിൽ റിവായ, ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം തന്നെയാണ് ഇസ്മായിൽ ഷെയ്ഖ്. ഷാബുൻ മുസഖഫുൻ മിന തബഖത്തിൽ ഫഖീറ, ഒരു ദരിദ്ര ഫാമിലിയിലെ അല്ലെങ്കിൽ ദരിദ്ര ക്ലാസ്സിൽപ്പെട്ട ഒരു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനാണ് ഇസ്മായിൽ ഷെയ്ഖ്. കാൻ ഇസ്മായിൽ സ്വദീഖൻ ലി ഹിൽമി, ഇസ്മായിൽ ഹിൽമിയുടെ ഫ്രണ്ടുമാണ്, സ്വദീഖുമാണ്. ലാക്കിന്നഹു ലം യകുൻ മിൻ മുഅയ്യിദി ഷിയൂഇയ്യ, അതോടൊപ്പം ഇസ്മായിൽ ആരല്ല, ഒരു കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. കമാ കാന ഹിൽമിയുള്ള പോലെ. വകാന ബൈന ഇസ്മായിൽ വബൈന സൈനബ് ദിയാബ്
അതോടൊപ്പം ഇസ്മായിലിനും സൈനബ് ദിയാബ് എന്ന പെൺകുട്ടിയുമായിട്ട് അലാഖത്ത് ഹുബിൻ ഒരു പ്രണയബന്ധമുണ്ട്. ഇഅ്താദ ഹഉല ഇസ്സലാസ ഈ മൂന്ന് പേരും സ്ഥിരമായിട്ട്, ആ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഹിൽമി, ഇസ്മായിൽ, സൈനബ്, അവർ സ്ഥിരമായ തറദ്ദുദ ഇലാ മഖ്ഹൽ കർണക് എന്ന കോഫി ഷോപ്പിലേക്ക് വരാറുണ്ട്. ഉഅ്തിഖ ഇസ്മായിൽ സലാസ മറാത്തിൻ ഇസ്മായിൽ 3 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫൽ അവൽ ഒന്നാം തവണ ബിസബബിൽ നിമാമിഹി ഇലൽ ഇഖ്വാൻ അൽ ഇഖ്വാൻ പ്രസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്തു എന്ന കാരണം കൊണ്ട്. വബഅദമാ തഅറദ ലികസീരി മിനൽ മുആനാത്തിൽ ജസദിയ്യ ധാരാളം ശാരീരികമായ പീഡനങ്ങൾ അനുഭവിച്ച ശേഷം, വൻ നഫ്സിയ മാനസികമായ പീഡനങ്ങൾ അനുഭവിച്ച ശേഷം, ഉതുലിഖ സറാഹുഹു അദ്ദേഹത്തെ മോചിതനാക്കി, വതമ്മ തൗദീഹു ബറാഅതിഹി നിരപരാധിയാണ് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അമ്മൽ ഇഅ്തിഖാലു സാനി എന്ന രണ്ടാമത് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുള്ള കാരണം ഫബിതുഹ്മത്തി ശുയൂഇയ്യ കമ്മ്യൂണിസത്തിൻ്റെ ആരോപിച്ചുകൊണ്ടാണ്. അൽ മൽഖിയ അലൈഹി അദ്ദേഹത്തിലുണ്ട് എന്ന് ബഅദ ഖുറൂജിഹി മിൻ ഇൻദി സദീഖിഹി അൽ ഹിൽമി എന്ന തൻ്റെ കൂട്ടുകാരിൽ നിന്ന് അവൻ വന്ന ശേഷം ആ കൂട്ടുകാരിലൂടെ ഉണ്ടായ ആ കമ്മ്യൂണിസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ടത്. അങ്ങനെ ഉജ്ബിർ ഇസ്മായിൽ അൽ ഇഅ്തിറാഫ് ബിൽ ജരീമ അൽ മുസവ്വറ അദ്ദേഹത്തിന് ഇസ്മായിലിന് നിർബന്ധിക്കപ്പെട്ടു എന്തിന് അൽ ഇഅ്തിറാഫ് അംഗീകരിക്കുക എന്നുള്ളത്, ബിൽ ജരീമ അൽ മുസവ്വറ ഈ ഫേക്ക് ആയ കുറ്റം. വഖദ് ഹദ്ദദഹു ഖാലിദ് സഫ്വാൻ അവനെ ഭീഷണിപ്പെടുത്തി. ഈ ഖാലിദ് സഫ്വാൻ ആരാണ്? ളാബിത്തുൽ മുഖാബറാത്തി ഇൻ്റലിജൻസിൻ്റെ ഓഫീസറാണ്. വൽഖിയൻ അഷീഖത്തഹു സൈനബ് ലദൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന തൻ്റെ പ്രേയസി, തൻ്റെ കാമുകിയായ സൈനബിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തെയും ഭീഷണിപ്പെടുത്തി. വഹിയ ഐദൻ മുഅ്തഖില അവളും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇസ്മായിലിൻ്റെ കൂടെ. വഫി ഹാദിഹിൽ മറ ഈ സന്ദർഭം ഐലൻ തുസബ്ബിതു ബറാഅതുഹു അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം സ്ഥിരപ്പെടുത്തുന്നുണ്ട്. വഖറജ മിന സിജിൻ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുന്നു. എപ്പോൾ? ബഅദമ ഉർഗിമ നിർബന്ധിക്കപ്പെട്ട ശേഷം, ലി ഇഅ്ദാദി തഖാരീരി ചില റിപ്പോർട്ടുകൾ നൽകണമെന്ന്, ലിൽ ജിഹാത്തിൽ അംനിയ വലി ഇഖ്ബാരിഹ ഈ ഇൻ്റലിജൻസ് ബ്യൂറോക്ക് ചില വിവരങ്ങൾ കൊടുക്കണം. അൻ കുല്ലി മൻ ഒരാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും. ആരാണ് ആൾ? യശുക്കു ഫി അദാഇഹി അവരുടെ ശത്രുതയായി കണക്കാക്കപ്പെടുന്ന, സൗറൻ്റെയും മബാദി ഇഹ വരിജാലിഹ വിപ്ലവവും വിപ്ലവത്തിൽ നയിച്ച ആദർശവും അതിൻ്റെ വക്താക്കളും ഇവരോടൊക്കെ എതിര് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവർ ഒരുക്കി കൊടുക്കണം എന്ന നിബന്ധനയിൽ അങ്ങനെ നിർബന്ധിക്കപ്പെട്ട ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തുവിട്ടത്. ആ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ സുഹൃത്തായ ഇൽമിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. ലം യഖുൽ ഇസ്മായിൽ ബിമാ മുക്കില ബിഹി പക്ഷേ ഇസ്മായിൽ താൻ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വതഖല്ല അനിൽ വാജിബ് തൻ്റെ ഡ്യൂട്ടി അദ്ദേഹം എല്ലാം ഒഴിവായി. അല്ലദി ഉക്രിഹ ബിഹി അവനെ നിർബന്ധിക്കപ്പെട്ട ആ ഡ്യൂട്ടി. ഹൈസു അന്നഹു ലം യുഖ്ബിർ അൽ ജിഹാത്ത് അൽ അംനിയ എന്ന് വെച്ചാൽ അദ്ദേഹം അറിയിപ്പ് കൊടുത്തില്ല ആർക്ക്? ഈ ഇൻ്റലിജൻസ് ബ്യൂറോക്ക്. അൻ സദീഖ് ഹിൽമി തൻ്റെ സുഹൃത്തായ ഹിൽമിയെക്കുറിച്ച്. അങ്ങനെ ഫഅജുഖില മറ സാലിസ മൂന്നാമത് അക്കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഏൽപ്പിച്ച പണി ചെയ്തില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട്. വതമക്കൻ മിൻ ഇത്ലാഖി സറാഹി ഫി ഹാദിൽ മറ ഈ സന്ദർഭത്തിലും അദ്ദേഹത്തിന് ജയിൽ മോചനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ബഅദ തഅററുദിഹി ലിതഅദീബിൽ വഹ്ശിൽ ജസദി വന്നഫ്സി ശാരീരിക മാനസികമായ വന്യമായ രൂപത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായ ശേഷമാണ്. വലം യഖ്ദിർ അൻ യഫ്അല ഷൈഅൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. ഹീനമ ഖാമ ഖാലിദ് സഫ്വാൻ ചെയ്ത സമയത്ത്. വഅഅ്വാനുഹു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എന്ത് ചെയ്തു? ബിഇഗ്തിസാബി ഹബീബത്തിഹി സൈനബ് തൻ്റെ കാമുകിയായ സൈനബിനെ അവർ റേപ്പ് ചെയ്തു. ഇഗ്തിസാബ് അമാമ ഐനൈഹി അവൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി നോക്കി നിൽക്കേണ്ടി വന്നു. ഫസ്ബഹ മക്സൂറൻ മുഹത്തമൻ ബായിസൻ തകർന്നവനായി സാധുവായി അവൻ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി തീർന്നു. ഫസ്ബഹ മക്സൂറൻ ലാ റഗ്ബത ലഹു ഫിൽ ഐഷി ജീവിതത്തിൽ താല്പര്യമില്ലാത്തവനായി. വൻഖതഅത് അലാഖതു ബൈനഹു ബൈന സൈനബ് അദ്ദേഹം സൈനബും തമ്മിൽ എല്ലാ ബന്ധങ്ങളും അതോടെ മുറിഞ്ഞുപോയി. ഹഖദ യൻതഹിൽ ഫസ്ലു സാനി മിന റിവായൽ കർണക് എന്ന റിവായയുടെ 2ാം ഫസ്ലിൽ ചാപ്റ്റർ അങ്ങനെയാണ് സമാപിക്കുന്നത്. ഇനി അഷ്ഖസിയ്യത്തുൽ മിഹ്വരിയ്യ ഫിൽ റിവായ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അഷ്ഖസിയ്യ ലഹ മകാന മുഹിമ്മ ഫിൽ അമലി റിവായി ഒരു നോവൽ എന്ന ഒരു വർക്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കേന്ദ്രം അല്ലെങ്കിൽ സ്ഥാനം വഹിക്കുന്ന സംഗതി അത് അവരുടെ കഥാപാത്രങ്ങളാണ്. യസ്തഖ്ദിമുഹ റിവായി നോവലിസ്റ്റ് അവരെ ഉപയോഗപ്പെടുത്തുന്നത് ലിത്തഅബീരി അൻ ആറാഇഹി തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനാണ്. വമവാഖിഫി തൻ്റെ നിലപാടുകൾ. വഫൽസഫാത്തി തൻ്റെ ഫിലോസഫികൾ. വഹിയ ഉൻസുറുൻ യൽഅബു ദൗറൻ മുഹിമ്മൻ ഫി ബിനിയത്തി ശക്ലി റിവായി
നോവലിൻ്റെ സ്ട്രക്ചർ എന്ന നിലക്ക് വലിയ പങ്ക് വഹിക്കുന്ന ഘടകമാണ് കഥാപാത്രങ്ങൾ. അലാഇത്തിബാരിൻ അന്നഹ തഖൂമു ബിതദ്ബീരിൽ അഹ്ദാസ്. അതോടൊപ്പം അവരാണ്, കഥാപാത്രങ്ങളാണ് അതിലെ ഓരോ സംഭവങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തുനദ്ദിമു അൽ അഫ്ആൽ, ആ സംഭവങ്ങളിലെ അല്ലെങ്കിൽ കഥകളിലെ ഓരോ പ്രവൃത്തികളെയും ക്രമപ്പെടുത്തുന്നത്. വഇഅ്താഇൽ ഖിസ്സ ബഅദഹൽ ഹികായിയ, ഒരു കഥയ്ക്ക് അതിൻ്റെ കഥ എന്ന നിലക്കുള്ള തലങ്ങൾ നൽകുന്നത്. അമ്മ ബിന്നിസ്ബത്തിൽ റിവായ അൽ കർണക്, എന്നാൽ അൽ കർണക് എന്ന റിവായെ സംബന്ധിച്ചിടത്തോളം ഫതഅതി ഫിഹ ശഖ്സിയാത്തുൻ കസീറ, അതിൽ ധാരാളം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. മിൻഹ അഷ് ശഖ്സിയ റഈസിയ വസാനവിയ, അതിൽ കേന്ദ്ര കഥാപാത്രങ്ങളുണ്ട്, സെക്കൻഡറി കഥാപാത്രങ്ങളുണ്ട്. അമിന ശഖ്സിയത്ത് റഈസിയ, കേന്ദ്ര കഥാപാത്രങ്ങൾ, അല്ലത്തി തജ്സദുൽ മിഹ്വർ അൽ അസാസി, അതാണ് അവിടുത്തെ കേന്ദ്ര അച്ചുതണ്ടായിട്ട് കേന്ദ്രമായിട്ട് വർക്ക് ചെയ്യുന്നത്. വന്നുഖ്ത അൽ മർക്കസിയ, അതുപോലെ കേന്ദ്ര സെൻട്രലൈസ്ഡ് പോയിൻ്റ്, അതൊക്കെ അതാണ് ഫിഹാദി റിവായ. ഈ നോവലിൻ്റെ കേന്ദ്ര ആശയവും കേന്ദ്ര പോയിൻ്റൊക്കെ എന്താണ്, അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ചുറ്റിപ്പറ്റിയാണ്. ഒന്ന് ഖുറൻഫുല. ഖുറൻഫുല ഹിയ സാഹിബത്തുൽ മഖ്ഹൽ കർണക്, കർണക് എന്ന കോഫി ഷോപ്പിൻ്റെ ഉടമസ്ഥയാണ് അവൾ. അല്ലത്തി നാഹസ ഉംറുഹ അൽ 40, ഏകദേശം അവളുടെ പ്രായം 40കളാണ്. വലം യുഫാരിഖ് മിൻഹ ജമാലുഹ സിഹ്രി, എങ്കിലും അവളുടെ വശ്യമായ ഭംഗി അവളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഫിൽ മഖ്ഹ, കോഫി ഷോപ്പിൽ തുഖദ്ദിമു ഖുറൻഫുല മഅൽ മഷ്റൂബാത്തിൽ ലദീദ, അവൾ ഖുറൻഫുല തൻ്റെ കോഫി ഷോപ്പിൽ ടേസ്റ്റുള്ള രുചികരമായ പാനീയങ്ങൾ വിതരണം ചെയ്യുന്നതോടൊപ്പം അവൾ നൽകുന്നുണ്ട് ബിഅത്തൻ മുനാസിബ, ഒരു അനുയോജ്യമായ ഒരു അന്തരീക്ഷം. എന്തിനുള്ള? ലിലിഖാഅത്തി സഖാഫിയ വൽ മുസാമറ അൽ വുദ്ദിയ, സ്നേഹ സംഭാഷണങ്ങൾക്കും സാംസ്കാരിക കൈമാറ്റങ്ങൾക്കൊക്കെയുള്ള ഒരു കേന്ദ്രം, ഒരു അന്തരീക്ഷം അവൾ അവിടെ ഒരുക്കുന്നുണ്ട്. ആർക്കിടയിൽ? ബൈനൽ മുഖ്ബിരീന വൽ മുസഖ്ഖിഫീന വതലബത്തുൽ ജാമിഅ, അവിടെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക്, പഠിതാക്കൾക്ക്, അതോടൊപ്പം തന്നെ അവിടെ വിദ്യാസമ്പന്നർക്ക്, അതോടൊപ്പം വിവരങ്ങൾ കൈമാറുന്നവർക്ക്, ഇവർക്കൊക്കെ ഒരുമിച്ച് കൂടാനും അവർക്ക് സ്നേഹ സംഭാഷണം നടത്താനും സാംസ്കാരിക കൂടിക്കാഴ്ച നടത്താനൊക്കെയുള്ള ഒരു അന്തരീക്ഷം കൂടെ അവൾ അവിടെ ഒരുക്കുന്നുണ്ട്. തുഷാരി ഖുറൻഫുല ഫിൽ ഹിവാർ, ചർച്ചകളിൽ ഖുറൻഫുലയും പങ്കാളിയാകുന്നു. അല്ലാതെ യദൂറു ബൈന സബാഇനിൽ മഖ്ഹ, ആ കോഫി ഷോപ്പിലെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ബിഹയവിയ, വളരെ സജീവമായിട്ട് അവൾ പങ്കാളിയാകുന്നു. വഹും യുഹിബ്ബൂനഹ, അവളെ അവർക്കിഷ്ടമാണ്. ബിഹുസ്നി മുആമലതിഹ, അവളുടെ നല്ല ഇടപഴകൽ കാരണം. വറഹ്ബി സദ്രിഹ ലിഖബൂലി മുൻതമൽ മുയൂലിൽ മുഖ്തലിഫി സിയാസി, അതോടൊപ്പം അവൾ ഹൃദയവിശാലതയുള്ളവളാണ്. വറഹ്ബി സദ്രിഹ, അവളുടെ ഹൃദയവിശാലത കാരണത്താലും ലിഖബൂലി, സ്വീകരിക്കുവാനുള്ള, മുൻതമിൽ മുയൂലിൽ മുഖ്തലിഫി സിയാസി വൽ ഫിക്രി, ചിന്ത, രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളുള്ളവരായിരുന്നിട്ട് കൂടി അവരെ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടും അവർക്ക് ഇഷ്ടമാണ്. ലഹ അലാഖത്തു ഹുബ്ബിൻ, അവൾക്കും ഒരു പ്രണയമുണ്ട്. മഅ ഹിൽമി ഹമാദ, ഹിൽമി ഹമാദയുമായിട്ട്. അലർ റഗ്മി മിൻ ഫാരിഖിൻ ഫിസ്സിന്നി ബൈനഹുമ, അവർക്കിടയിൽ വയസ്സിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം അന്തരമുണ്ടായിരുന്നിട്ട് കൂടി. ബഅദ വഫാത്തി ഹിൽമി, അങ്ങനെ ഹിൽമിയുടെ മരണത്തിന് ശേഷം സൂറത്ത് ഖുറൻഫുല മുൻതവിയ ഹസീന, ഈ ഖുറൻഫുല അവൾ ദുഃഖിതയായി, അവളിലേക്ക് തന്നെ ഒതുങ്ങിയവളായി മാറുകയാണ്. ലാ തുഷാരിഖു ഫിൻ നിഖാശാത്തി, ചർച്ചകളിൽ അവൾ പങ്കാളിയാകുന്നില്ല. വൽ ഹിവാറാത്ത്, അവിടെ നടക്കുന്ന ഡിസ്കഷനുകളിലൊന്നും. അല്ലത്തി തദൂറു ഫിൽ മഖ്ഹൽ കർണക് കോഫി ഷോപ്പിൽ നടക്കുന്ന. ഇല്ല ഫിൽ ഔഖാത്തിൻ നാദിറ, അപൂർവ സന്ദർഭങ്ങളിലല്ലാതെ അവൾ പിന്നെ നീന്നില്ല, ഇൻവോൾവ് ആകുന്നില്ല ഇയാളുടെ മരണശേഷം. അത് ഇസ്മായിൽ ഷെയ്ഖ്, രണ്ടാമത്തത്. ഇസ്മായിൽ ഷെയ്ഖ് വാഹിദും മിന സബാഇനിൽ മുഅ്തദീന ഫി മഖ്ഹ അൽ കർണക് കോഫി ഷോപ്പിലേക്ക് സ്ഥിര സന്ദർശകരിലെ കസ്റ്റമറുകളിൽ ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനത്തെ വ്യക്തിയാണ്. യജ്തമിഉ കുല്ല യൗമിൻ മഅ അസ്ദിഖാഇഹി ഫിൽ മഖ്ഹ, എല്ലാ ദിവസവും തൻ്റെ സുഹൃത്തുക്കളുമായി ആ കോഫി ഷോപ്പിൽ അദ്ദേഹം എത്തിച്ചേരും. ലിൽ മുനാഖശാത്തി വദ്ദർദശാത്തി, ചർച്ചകൾക്ക് വേണ്ടിയും ചാറ്റിംഗ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി. വനസ്തതിഉൽ ഖൗൽ, ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും, ഇന്നഹു യൽഅബു ബിദൗരിൽ ബത്ലി ദിയാദി ഫിൽ റിവായ, ഈ നോവലിൻ്റെ ഹീറോ, അതിന് മുഖ്യസ്ഥാനം വഹിക്കുന്ന ഹീറോ ആയിട്ട് അദ്ദേഹമാണുള്ളത് എന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കും. ഇസ്മായിൽ ഷെയ്ഖ് ഷാബൻ, ഇസ്മായിൽ ഷെയ്ഖ് ഒരു യുവാവാണ്. എന്തമീല തബഖ ഫഖീറ, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ദരിദ്ര ലോ ക്ലാസ് ഫാമിലിയിലേക്ക് എത്തിച്ചേരുന്ന വ്യക്തിയാണ്. വഹുവ മിൻ അബ്നാ ഇസ്സൗറ, അദ്ദേഹം ആ വിപ്ലവത്തിൻ്റെ വക്താക്കളിൽ ഒരാളാണ്. വമിനൽ മുഅയ്യിദീന, അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുമാണ്. ലിർ റഈസിൽ ഹാക്കിം അബ്ദുൽ നാസർ, ഭരണാധികാരിയായ അബ്ദുൽ നാസർ എന്ന പ്രസിഡന്റിന്. വൽ ഇസ്തിറാഖി അൽ മിസ്രിയ, ഈജിപ്ഷ്യൻ സോഷ്യലിസത്തെയൊക്കെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. കാന യഅ്ഷിഖു, അദ്ദേഹത്തിന് പ്രണയമുണ്ട് സൈനബ് ദിയാബുമായിട്ട്. പക്ഷേ വലം യതമക്കൽ ലഹുമ, അവർ രണ്ടുപേർക്കും സാധിച്ചിട്ടില്ല മുഷാറക്കത്തൽ ഹയാത്ത്,
ജീവിതത്തെ പങ്കുവെക്കാൻ ബിസബബിൽ മതാഇബി വൽ മസാഇബി അൽ മുഖ്തഹിമ ശക്തമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായ കാരണത്താൽ അല്ലത്തിയാത്തത് ഗൈറു മുതവഖിഅ അതാവട്ടെ അവരിലേക്ക് വന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഫി ഹയാത്തിഹിമ അവരുടെ ജീവിതത്തിലേക്ക് അവ വന്നിട്ടുള്ളത്. തആറദ ഇസ്മായിൽ ഷെയ്ഖ് ലിൽ ഇഅ്തിഖാലി 3 മറാത്തിൻ 3 തവണ അറസ്റ്റിന് വിധേയനാകുന്നുണ്ട് ഇസ്മായിൽ ഷെയ്ഖ്. വകാന സബബു വറാ ഇഅ്തിഖാലിഹി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇഅ്തിഖാൽ ഈ ഒരു അറസ്റ്റിനുള്ള പിന്നിലുള്ള കാരണം ഫിൽ മറത്തിൽ ഊല ഫസ്റ്റ് ഘട്ടത്തിൽ മുജറദു മുജാലസത്തിഹി മഅ സദീഖിഹി ഹിൽമി ഹമാദ തൻ്റെ സുഹൃത്തായ ഹിൽമി ഹമാദയോടൊപ്പം ഇരുന്നു എന്ന കാരണം മാത്രമാണ്. അല്ലദീ കാന മിൻ മുഅയ്യിദി അശ്ശുയൂഇയ്യ ഹിൽമി ഹമാദ ആരാണ്? കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. നജാ മിൻ ദുലുമാതി സൻസാര ആ ജയിലിൻ്റെ ഇരുട്ടിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. സൻസാര ജയിലിൽ ബഅദമ സബതത് ബറാഅത്തുഹു അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം സ്ഥിരപ്പെട്ട ശേഷം ഫിൽ മറത്തി സാനിയ 2ാം തവണയും ഉഅ്തിഖില ബിതുഹുമത്തി ഇന്തിമാഇഹി ലിശിയൂഇയ്യീൻ അയാൾ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട്? ബിതുഹുമത്തി കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് ഇന്തിമാഇഹി അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് ലിശിയൂഇയ്യീൻ ഷിയൂഇയ്യകളുടെ കമ്മ്യൂണിസത്തിലേക്ക് ജോയിൻ ചെയ്തു എന്ന കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ടാണ് 2ാം തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വാഫഖ ഖാലിദ് സഫ്വാൻ ളാബിത്തുൽ മുഖാബറാത്ത് ആ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസറായ ഖാലിദ് സഫ്വാൻ യോജിക്കുന്നുണ്ട് അയ്യുത്തുലിഖ സറാഹു അയാളെ വെറുതെ വിടാമെന്ന് ബിഷറത്തിൻ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട്. എന്താണ് കണ്ടീഷനം? അയ്യുറാഖിബ ഇസ്മായിൽ ഷെയ്ഖ് സദീഖഹു ഇസ്മായിൽ ഷെയ്ഖ് തൻ്റെ സുഹൃത്തിനെ നിരീക്ഷിക്കണം ഹിൽമി ഹമാദയെ. ലാക്കിൻ ഉഅ്തിഖില മറ സാലിസ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ 3ാം തവണയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലിഅന്നഹു ലം യകുൻ മുസ്തഇദ്ദ ലിൽ ഖിയാമി ബിൽ മുഹിമ്മൽ മുവക്കൽ ഇലൈഹി ഒറ്റ കാരണം കൊണ്ട് അയാളെ ഏൽപ്പിക്കപ്പെട്ട ഈ ഡ്യൂട്ടി അവൻ നിർവഹിക്കാൻ സന്നദ്ധനല്ല എന്ന കാരണത്താൽ. ഫതഅറദ ലിൽ മുലായഖാത്ത് ഷദീദ അങ്ങനെ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾക്ക് അദ്ദേഹം വിധേയനായി. വത്തഅദീബിൽ വഹ്ഷി വന്യമായ മൃഗീയമായ പീഡനങ്ങൾക്കും മിൻ ഖിബലി മസ്ഊലി അസ്സിജൻ ആ ജയിലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീഷ്യൽസിൻ്റെ അടുക്കിൽ നിന്ന് വഅലാ റഅസിഹിം അവരുടെ ലീഡർ എന്ന് പറയുന്നത് ഖാലിദ് സഫ്വാനാണ്. 3ാമത്തെ കഥാപാത്രം സൈനബ് ദിയാബാണ്. സൈനബ് ദിയാബ് തതമസ്സലു സൈനബ് അൽ ബത്ല ഫി റിവായ അൽ കർണക് ഈ കർണക്കിലെ ഈ കർണക് എന്ന നോവലിലെ ബത്ലയായിട്ട് ഹീറോയിനായിട്ട് അല്ലെങ്കിൽ നടിൻ്റെ സ്ഥാനം വഹിക്കുന്നത് സൈനബാണ്. ഷാബ ജമീല സുന്ദരിയായ ഒരു യുവതിയാണ്. ഫി മത്ലഇൽ ഹയാത്ത് ജീവിതത്തിൻ്റെ ആരംഭത്തിലാണ് അവളുള്ളത്. തുഹിബ്ബു ഇസ്മായിൽ ഷെയ്ഖിനെ അവൾ ഇഷ്ടപ്പെടുന്നു. വകാനത്ത് അയ്ളൻ അവളും മുഅറദതൻ ലിൽ ഇഅ്തിഖാലി വൽ തഅദീബിൽ വഹ്ശി മൃഗീയമായ പീഡനങ്ങൾക്കും അറസ്റ്റിനും വിധേയമായവളാണ്. മുഅറദ എന്ന വിധേയമായവൾ. അതോടൊപ്പം വലിൽ ഇഗ്തിസാബി ലൈംഗിക പീഡനത്തിന് റേപ്പിനും അവൾ വിധേയമായി. ഫിദാഖിലി സിജിൻ ജയിലിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്. ലദാ ഹബീബിഹ ഇസ്മായിൽ തൻ്റെ കാമുകനായ ഇസ്മായിലിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട്. തൊലബ ഖാലിദ് സഫ്വാൻ മിൻഹ ഖാലിദ് സഫ്വാൻ അവളോടും ആവശ്യപ്പെട്ടു. മിസ്ലമ തൊലബ മിൻ ഇസ്മായിലിനോട് ആവശ്യപ്പെട്ട പോലെ അൻ തകൂന മുഖ്ബിറ അവൾ അറിയിക്കണമെന്ന് അൻ സുമലാഇഹ അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ച്. ഹൈസു തുറാഖിബ് അഫ്ആലഹും അവൾ നിരീക്ഷിക്കണം. വമയൂലഹും അവരുടെ വീക്ഷണഗതികളെ. വമവാഖിഫഹും അവരുടെ നിലപാടുകളെ. തുജാഹ റഈസുൽ ഹാക്കിം ഭരണാധികാരിയായ പ്രസിഡന്റിന് നേരെയുള്ള. ഖറജത് മിന സിജൻ ബഅദ മുആനാത്തിൻ ഒരുപാട് പീഡനങ്ങൾക്ക് ശേഷം അവളും ജയിലിൽ നിന്ന് പുറത്തു കടന്നു. ലാ തുതീഖു ലിംറഅത്തിൻ ആ പീഡനങ്ങളാകട്ടെ ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്ത. അൻ തതഹമ്മലഹ മിന തഅദീബ് അത് ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത അങ്ങനത്തെ പീഡനമാണ്. തഹവ്വലത്ത് മിൻ ഇംറഅത്തിൻ ശരീഫത്തിൻ ഒരു മാന്യതയുള്ള ഒരു പെണ്ണ് എന്ന സ്ഥാനത്ത് നിന്ന് അവൾ മാറി. ദാത്തിൽ മബാദിഇ വൽ അഹ്ദാഫി വൽ മവാഖിഫ് ആ മാന്യത എന്ന് പറഞ്ഞിട്ട് ദാത്തിൽ മബാദി ആദർശബോധമുണ്ടായ വൽ അഹ്ദാഫ് ലക്ഷ്യങ്ങളുണ്ടായ വൽ മവാഖിഫ് നിലപാടുകളുണ്ടായിരുന്ന ഫി ഹയാത്തിഹി അവളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പെണ്ണ് അവൾ മാറി. ഇലംറഅത്തിൻ വേറൊരു പെണ്ണായി മാറി. തബീഉ ഇഫ്ഫതഹ തൻ്റെ ചാരിത്രം വിൽക്കുന്ന വശറഫഹ അഭിമാനത്തെ വിൽക്കുന്ന. ഹൈസു ലാ തദ്രി ഇല ഐന തത്തജിഹു എവിടേക്കാണ് അവൾ പോകുന്നതെന്ന് പോലും ബോധമില്ലാത്തവളായി അവൾ മാറുകയാണ്. 4 ഖാലിദ് സഫ്വാൻ ളാബിത്തുൽ മുഖാബറാത്ത് ഇൻ്റലിജൻസ് ഓഫീസറാണ് ഖാലിദ് സഫ്വാൻ. അല്ലദീ യുമസ്സിലു ദുൽമ അവൻ പ്രതിനിധീകരിക്കുന്നതിനെയാണ് ദുൽമ് അക്രമത്തെയാണ്. വൽ ഫസാദ് കുഴപ്പങ്ങളെയാണ്. വൽ ഖംഅ് അടിച്ചമർത്തലിനെയാണ്. വൽ ഇസ്തിബ്ദാദ് സ്വേച്ഛാധിപത്യത്തെയാണ്. വല്ലദീ വുക്കില ബി മുറാഖബത്തി അൽ ഹറക്കാത്ത് സിർരിയ രഹസ്യ അന്വേഷണ നിരീക്ഷണ വകുപ്പാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടത്. വല്ല സുവാത്തിൽ മുആയദ അതോടൊപ്പം അഭിവാദ്യ ശബ്ദങ്ങളെ നിരീക്ഷിക്കണം. മിനൽ ജമാഹീർ പൊതുജനത്തിൽ നിന്നുള്ള ലിദ്ദ സുൽത്ത ആർക്കെതിരെ ഭരണകൂടത്തിനെതിരെ.
യർമുസുർ റിവ ഈ നജീബ് മഹ്ഫൂദ് എന്ന നോവലിസ്റ്റ് ഇവിടെ സൂചന നൽകുന്നു ബിഹാദിഹി ഷഖ്സിയ, ഈ ഒരു കഥാപാത്രത്തിലൂടെ ഇലാ തുഗ്യാൻ, ചില അക്രമങ്ങളിലേക്കാണ്, ഫസാദ് കുഴപ്പങ്ങളിലേക്ക്, റിജാലി സൗറത്ത് യൂലിയോ ജൂലൈ വിപ്ലവത്തിൻ്റെ നയിച്ചിട്ടുള്ള വ്യക്തികളുടെ കുഴപ്പങ്ങളിലേക്കും അവർക്കുള്ള അതിക്രമങ്ങളിലേക്കുള്ള ഒരു സൂചനയാണ് സത്യത്തിൽ ഇവിടെ റംസായിട്ട് നോവലിസ്റ്റ് ഉപയോഗിക്കുന്നത്. മാറസ ഖാലിദ് സഫ്വാൻ മഅവാനിഹി അൽ വസാഇൽ അശ്ശനീഅ, ഖാലിദ് സഫ്വാൻ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, തൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. എന്തിന്? അൽ വസാഇൽ അശ്ശനീഅ, വളരെ വന്യമായ മാർഗങ്ങളെ, മിന തഅദീബ്, പീഡനമുറകളെ, ആരെ അലൽ മുഅ്തഖലീൻ അൽ അബ്രിയ, നിരപരാധികളായി അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് നേരെ. മിസ്ലു ആരെപ്പോലെ ഇസ്മായിൽ ഷെയ്ഖിനെ പോലെയുള്ള ഉഅ്തുഖില സലാസ മറാത്തിൻ ബിമുജറദി തുഹ്മ, ചില കുറ്റം ആരോപിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് 3 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട. വതഅറദ ലിൽ മുആനത്തി നഫ്സിയ, അത് അക്കാരണം കൊണ്ട് മാനസിക പീഡനം അദ്ദേഹത്തിന് വിധേയമാക്കി. വൽ ജസദിയ അൽ അദീദ, ധാരാളം ശാരീരിക പീഡനങ്ങളും. ദാഖില സിജിൻ, ജയിലറകളിൽ വെച്ചിട്ട് അതിനൊക്കെ വിധേയനായി. മിൻ ഖിബലി ഖാലിദ് സഫ്വാൻ്റെ അടുക്കൽ നിന്ന്. രണ്ടാമത്തെ വസൈനബ് ദിയാബിനെ പോലെയുള്ള ഖാമ അഅ്വാനു ഖാലിദിൻ്റെ സഹപ്രവർത്തകനും ഖാലിദൊക്കെ ബിഗ്തിസാബിഹ, അവളെ റേപ്പ് ചെയ്തു. അമാമ ഹബീബിഹ ഇസ്മായിൽ, അവളുടെ കാമുകനായ ഇസ്മായിലിൻ്റെ മുന്നിൽ വെച്ച്. മൂന്നാമത്തെ ഹിൽമി ഹമാദ അല്ലദി ലഫള അൻഫാസഹുൽ അഖീറ, അദ്ദേഹം തൻ്റെ അന്ത്യശ്വാസം വലിച്ചതുപോലും ഇസ്ര തഅദീബിൻ ഖാലിദ് സഫ്വാൻ്റെ ഈ പീഡനത്തിന് ശേഷമാണ്, അതിനെ തുടർന്നാണ്. തജറഅ ഖാലിദ് സഫ്വാൻ മുറാറത ദുല്ലി വൽ ഹവാനി, അപ്പോൾ ഖാലിദ് സഫ്വാൻ ഇവിടെ കുടിപ്പിച്ചു മുറാറത ദുല്ലി വൽ ഹവാൻ, അവഹേളനയുടെയും അപമാനത്തിൻ്റെയും കൈപ്പുനീരുകളെ. വജസാഅ മാ ഖാമ ബിഹി മിനൽ ഫിആൽ അൽ ബശ്അ, ദാരുണമായ ചെയ്തികളുടെ എല്ലാ അനന്തരങ്ങളും അവർ നടപ്പിലാക്കി. ബഅദ നെക്സ, എന്നാൽ ഈജിപ്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, ആ ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, സൂറത്ത് അഹ്വാലുഹു റഅ്സൻ അലാ അഖിബിൻ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ അടിമുടി മാറ്റം വരുന്നുണ്ട്. ഹൈസു അന്ന ഉസിയാദ ഗളബു, എത്രത്തോളം എന്ന് വെച്ചാൽ അവിടുത്തെ പിന്നീടുണ്ടായ നേതൃത്വം ഗളബു അലൈഹി, അദ്ദേഹത്തിനെതിരെ ദേഷ്യപ്പെട്ടു. വഅഖാലുഹു, അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. വഔദഉഹു സിജ്ന, അദ്ദേഹത്തെയും ജയിലിലടച്ചു, ഖാലിദ് സഫ്വാൻ ജയിലിലടച്ചു. ലിസലാസ സനവാത്തിൻ, 3 വർഷത്തേക്ക്. വസ്വാദറു അംവാലഹു, അയാളുടെ സ്വത്തുകളെല്ലാം കണ്ടുകെട്ടി. വബഅദ ദാലിക തഹവ്വല ഖാലിദ്, ഈ ഒരു ശിക്ഷ ഖാലിദ് അഭിമുഖീകരിച്ചപ്പോൾ ഖാലിദ് പിന്നീട് മാറ്റം വന്നു. ഇലാ റജുലിൻ, ഒരു മനുഷ്യനായി. ലാ യുഹിബ്ബു ദിക്തതാരിയ, സ്വേച്ഛാധിപത്യം ഇഷ്ടപ്പെടാത്ത. വലിസ്തിബ്ദാദിയ, അതും സ്വേച്ഛാധിപത്യം തന്നെ. വൽഉൻ ഫി ദമവി, രക്തരൂക്ഷിതമായ വിദ്വേഷവും സ്വേച്ഛാധിപത്യവും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് പിന്നീട് ഖാലിദ് മാറാണ്. വഅ്തറഫ, അവൻ അംഗീകരിക്കുകയാണ്. ബിഖീമത്തിൽ ഇൽമി വൽ ഹുർരിയ, അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മൂല്യം പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് കർണക് എന്ന നോവലിൻ്റെ ആകത്തുക. ഇതിലൂടെ പഠിച്ച കാര്യം, അൽ കർണക് റിവായത്തും മിനൽ അദീബ് നജീബ് മഹ്ഫൂദിൻ്റെ നോവലാണ് കർണക്. നുഷ്റത്ത് ഹാദിഹി റിവായ ലിൽ മറ അൽ ഊല, ആദ്യമായത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1974 എന്നാൽ ഇത് എഴുതിയ കാലം സമനു കിതാബാത്തിഹ 1971. കമാ ഹുവ വാദിഹ് മിൻ താരീഖ് അൽ മദ്കൂർ ഫി നിഹായത്ത് റിവായ, ഇതെല്ലാം ആ നോവലിൻ്റെ അവസാനത്തിൽ വ്യക്തമാക്കിയ കാര്യമാണ്. തതകവ്വനു റിവായ അൽ കർണക് മിൻ 4 ഫുസൂൽ, 4 ചാപ്റ്ററുകൾ കർണക് ഉൾക്കൊള്ളുന്നുണ്ട്. യഹ്മിലു കുല്ലു വാഹിദ് മിനൽ ഫുസൂൽ, ഓരോ ചാപ്റ്ററും അവ വഹിക്കുന്നു ഇസ്മ അഹദി ഷഖ്സിയാത്തിൽ മിഹ്വരിയ ഫി റിവായ, നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ പേരുകൾ. വതഅതി അസ്മാ അൽ ഫുസൂൽ 4, ആ 4 ചാപ്റ്ററുകളുടെയും പേരുകൾ ഹക്കദ ഖുറൻഫുല, ഇസ്മായിൽ ഷെയ്ഖ്, സൈനബ് ദിയാബ്, ഖാലിദ് സഫ്വാൻ എന്നുള്ളതാണ്. ലിന്നുഖാദി ആറാഉൻ മുഖ്തലിഫ ഫി റാവി, ഈ നോവൽ റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ് എന്ന കാര്യത്തിൽ നാഖിദീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലദി യസ്റുദു അഹ്ദാസ റിവായത്തിൽ കർണക്, അഥവാ കർണക് എന്ന നോവൽ സംഭവങ്ങൾ ആരാണ് പറയുന്നത്, അതിൽ യറാ ബഅ്ദുഹും, ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു അന്നൽ കാത്തിബ് നജീബ് മഹ്ഫൂദ് നഫ്സഹു ഹുവർ റാവി, നജീബ് മഹ്ഫൂദ് അദ്ദേഹം തന്നെയാണ്, എഴുത്തുകാരായ നജീബ് മഹ്ഫൂദ് തന്നെയാണ് അതിലെ റാവി എന്ന്. ഫിഹീൻ, അതേസമയം യറാ ബഅ്ദുൻ ആഖർ, ചിലർ അഭിപ്രായപ്പെടുന്നു അന്ന റാവി ഹുവ താരീഖ്, ഇവിടുത്തെ ചരിത്രമാണ് ഈ കഥ റിപ്പോർട്ട് ചെയ്തതെന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. ഇനി തഊദു ഖൽഫിയത്തു റിവായ അൽ കർണക് ഇലാ തിൽക അൽ ഫത്ര അൽ മുംതദ്ദ അല്ലതി ആശതഹാ ജംഹൂരിയത്തു മിസ്ർ അൽ അറബിയ്യ ബൈന ഹർബൈനി, ഈ നോവലിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ അത് നടക്കുന്നത് ഈജിപ്തിലെ ജനങ്ങൾ ജീവിച്ച ഒരു കാലഘട്ടത്തിലേക്കാണ്. ഏത് കാലഘട്ടത്തിൽ? ബൈന ഹർബൈനി, 2 യുദ്ധങ്ങൾക്കിടയിൽ ജീവിച്ച. ഹുമ ഹർബുൻ നക്സ 1967, 1967 ഹർബുൻ നക്സ, അദാവത്തുൽ മഷ്ഹൂറ ഫി താരീഖ് ബിസ്മി ഹസീമ ഹസീറാൻ എന്ന പേരിൽ പ്രസിദ്ധമായ യുദ്ധമാണ്. വഹർബ് തഹ്രീർ അൽ വാഖിഅ ഫി ആം 1973 ഉണ്ടായിട്ടുള്ള
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധവും. ഈ രണ്ട് യുദ്ധത്തിൻ്റെ ഇടയിലുള്ള കാലഘട്ടം അൽ-ഫത്ര അൽ-മംലൂ അബിൽ ഇൽത്തിറാബാത്ത് വൽ ഫൗള, ഒരുപാട് അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. تحكي الرواية الكرنك عن القمع والاستبداد من قبل الحاكم الرئيس جمال عبد الناصر. ഭരണാധികാരിയായിട്ടുള്ള പ്രസിഡന്റായ ജമാൽ അബ്ദുൽ നാസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ സ്വേച്ഛാധിപത്യത്തെയും ഈ നോവൽ ഉദ്ധരിക്കുന്നുണ്ട്. വാനിൽ ഫസാദ് മുൻതശർ ഫി സമാനിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കുഴപ്പങ്ങൾ. വൽ മശാക്കിൽ യുആനി മിൻഹ ശബാബ് അൽ മുസഖഫൂൻ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ. ഇതൊക്കെയാണ് കഥ നമുക്ക് മുന്നിൽ അറിയിക്കുന്നത്. വിബിദായത്തിൽ റിവായ യസ്ഉദ് ലദൈന റാവി കൈഫ ഉസ്ര അലൽ മഖ്ഹ അൽ കർനക്. ഈ നോവലിൻ്റെ ആരംഭത്തിൽ റാവി നമ്മോട് പറയുന്നത് എങ്ങനെയാണ് ഈ കർണക് എന്ന കോഫി ഷോപ്പ് കണ്ടെത്തുന്നത്, ഉണ്ടാകുന്നത്. വൽതിസാഖുഹു ബിസുവാരിഹി, അവിടേക്ക് സന്ദർശകൻ എങ്ങനെ എത്തിച്ചേരുന്നു. സുമ്മ യുസഫിർ അൽ അഷ്ഖാസ് അൽ മൗജൂദിന ഫിൽ മഖ്ഹ, പിന്നീട് അദ്ദേഹം ചിത്രീകരിക്കുന്നത് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവിടുത്തെ സന്ദർശകരെ, അവിടുത്തെ വ്യക്തികളെ കുറിച്ചാണ്. തബദ അഹ്ദാസു റിവായ മഅദ് മിൻ ഹുദൂരി മജ്മുഅത്തിൻ മിന ശുബ്ബാൻ. ഇനി ഇതിലെ സംഭവങ്ങൾ ആരംഭിക്കുന്നത്, ഇൻസിഡന്റ് ആരംഭിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ഹാജരാകുന്നില്ല, അല്ലെങ്കിൽ അവർ വരുന്നില്ല എന്നുള്ളതാണ്. അല്ലതിനേക്കാൾ ഇർത്താദുൽ മഖ്ഹ, അവരാകട്ടെ സ്ഥിരമായി കോഫി ഷോപ്പിൽ വരുന്നവരായിരുന്നു. വായദാലിക് ഒഴിലുമെല്ലാം റുബിയാൻ ഹുമൈറ്റിഖലു, പിന്നീട് കാര്യം വ്യക്തമാകുന്നു, അവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിൽ ഫസ്ൽ ഇസ്സാനി അൽ മുഅദ്മൻ ഇസ്മായിൽ ഷെയ്ഖ്. ഇസ്മായിൽ ഷെയ്ഖ് എന്ന ഹെഡിംഗ് ഉള്ള രണ്ടാമത്തെ ചാപ്റ്ററിൽ യഖൂദുന റിവായി നമ്മെ കൊണ്ടുപോകുന്നു ഇല ഹയാത്ത് ഇസ്മായിൽ ഷെയ്ഖിലേക്കാണ്. വഹുമിന ഷഖ്സിയാത്തുൽ മിഹ്വരിയ ഫിൽ റിവായ, ഈ നോവലിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് അദ്ദേഹം. അഷ്ഖ്സിയ ലഹ മക്കാന മുഹിമ്മ ഫിൽ അമൽ റിവായി, നോവൽ വർക്കുകളിൽ ഏറ്റവും നിർണായക സ്ഥാനം വഹിക്കുന്നതാണ് അതിലെ കഥാപാത്രങ്ങൾ എന്നുള്ളത്. യസ്തഖ്ദിമു റിവാഇ ലിത്തഅബീർ, അത്തരം കഥാപാത്രങ്ങളാണ് ഒരു നോവലിസ്റ്റ് ആവിഷ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. എന്താവിഷ്കരിക്കാൻ? അൻ ആറാഇഹി വ മവാഖിഫിഹി വ ഫൽസഫാത്തിഹി, തൻ്റെ ഫിലോസഫി, തൻ്റെ നിലപാടുകൾ, തൻ്റെ കാഴ്ചപ്പാടുകൾ. ബിന്നിസ്ബത്തിലെ റിവായൽ കർണക് എന്ന ഈ നോവലെ സംബന്ധിച്ചിടത്തോളം തഅതി ഫിഹ ശഖ്സിയാത്തുൻ കസീറ, അതിൽ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. മിൻഹ അഷ്ഖ്സിയാത്ത് റഈസിയ വസ്സാനവിയ, കേന്ദ്ര കഥാപാത്രങ്ങൾ, സെക്കൻഡറി കഥാപാത്രങ്ങൾ. പിന്നെ ശഖ്സിയാത്ത് റഈസിയ കേന്ദ്ര കഥാപാത്രങ്ങളാണ്. അല്ലത്തി തജ്സദു അൽ മിഹ്വർ അൽ അസാസ് വന്നഖ്ത അൽ മർകസിയ ഫി ഹാദിഹി റിവായ, ഈ നോവലിൻ്റെ കേന്ദ്ര പോയിന്റായി തന്നെ വർക്ക് ചെയ്യുന്നത് അവരാണ്. അവരാരൊക്കെയാണ്? ഹിയ, ആ കഥാപാത്രങ്ങൾ. ഒന്ന് ഖുറൻഫുല ഇസ്മായിൽ ഷെയ്ഖ് സൈനബ് ദിയാബ് ഖാലിദ് സഫ്വാൻ. ഖുറൻഫുല ഹിയ ശഖ്സിയ റഈസിയ ഫി റിവായ, ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണെന്ന് പറയാം. സ്വാഹിബുഹു അൽ മഖ്ഹ, ഈ കോഫി ഷോപ്പിൻ്റെ ഉടമയാണ് അവൾ. അൽ കർണക് എന്ന കോഫി ഷോപ്പിൻ്റെ. അല്ലത്തി നാഹസ ഉംറുഹു അൽ 40, അവൾ 40കളോട് അടുത്ത പ്രായമാണ് അവൾക്കുള്ളത്. വലം യുഫാരിഖ് മിൻഹ ജമാലഹ അസ്സിഹ്രി, അങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ ആ വശ്യമായ സൗന്ദര്യം അവളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ഫിൽ മഖ്ഹ തുഖദ്ദിമു ഖുറൻഫുല ആ കോഫി ഷോപ്പിൽ അവൾ നൽകുന്നുണ്ട് മഅ മശ്റൂബത്തിൽ ലദീദ, നല്ല രുചികരമായ പാനീയങ്ങൾ അവൾ കൊടുക്കുന്നു. അതോടൊപ്പം അവൾ നൽകുന്നു ബിഅ മുനാസിബ, ഒരു അനുയോജ്യമായ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആർക്കുള്ള? ലിഖാഅത്തി സഖാഫിയ്യ വൽ മുസാമറ അൽ വുദ്ദിയ്യ, സ്നേഹ സംഭാഷണങ്ങൾക്കും അതുപോലെ സാംസ്കാരിക കൂടിക്കാഴ്ചകൾക്കൊക്കെയുള്ള ബൈനൽ മുഖ്ബിരീന വൽ മുസഖ്ഖഫീന വ തലബത്തുൽ ജാമിഅ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെയും വിദ്യാസമ്പന്നരുടെയും വിവരങ്ങൾ കൈമാറുന്നവർക്ക് ഇടയിലൊക്കെയുള്ള. ഇസ്മായിൽ ഷെയ്ഖ് വാഹിദു മിന സുബാഇൻ അൽ മുഅ്തദീന ഫി മഖ്ഹ അൽ കർണക് എന്ന കോഫി ഷോപ്പിലെ സ്ഥിര സന്ദർശകരിലെ സ്ഥിര ഒരു കസ്റ്റമറാണ് ഇസ്മായിൽ ഷെയ്ഖ്. യജ്തമിഉ കുല്ല യൗമി മഅ അസ്തിഖാഇഹി ഫി അൽ മഖ്ഹ, ഈ കോഫി ഷോപ്പിൽ സ്ഥിരമായി തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അദ്ദേഹം എത്താറുണ്ട്. ലിൽ മുനാഖശാത്തി വ ദർദശാത്ത്, പലതരം ചർച്ചകൾക്ക് വേണ്ടിയിട്ട്. വനസ്തതിഉൽ ഖൗൽ, നമുക്ക് പറയാൻ സാധിക്കും, ഇന്നഹു യൽഅബു ബിദൗരിൽ ബത്തൽ അൽ റിയാദി ഫി റിവായ, ഈ നോവലിൽ അൽ ബത്തലുർ റിയാദി, കേന്ദ്ര ഹീറോ, അത് ആ റോള് വഹിക്കുന്നത് ഇദ്ദേഹമാണെന്ന് പറയാൻ പറ്റും. തആറദ ഇസ്മായിൽ ഷെയ്ഖിലെ ഇർതിഖാലാത്തി 3 മറാത്തിൻ, 3 തവണ അറസ്റ്റിന് വിധേയനാകുന്നുണ്ട് ഇസ്മായിൽ ഷെയ്ഖ്. വക്കാന സബബു വറാഇ ഇർതിഖാലിഹി, അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനുള്ള കാരണങ്ങൾക്ക് പിന്നിലുള്ള സംഗതി എന്ന് പറയുന്നത് ഫിൽ മറത്തിൽ ഊല, ഒന്നാമത്തെ തവണ മുജറദ് മുജാലസത്തിഹി മഅ സദീഖിഹി ഹിൽമി ഹമാദ, തൻ്റെ സുഹൃത്തായ ഹിൽമി ഹമാദയോടൊപ്പം ഇരുന്നു എന്നുള്ള കാരണം മാത്രം. ഫിൽ മറ സാനിയ, രണ്ടാം തവണ ഇസ്മായിൽ ഷെയ്ഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബിത്തുഹുമത്തിൻ തിമാഇൽ ഷിയൂഇയ്യീൻ, അദ്ദേഹം ഷിയൂഇയ്യാക്കളുടെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്തിമാ. ഉജ്ബിറ ഇസ്മായിൽ ഷെയ്ഖ് നിർബന്ധിക്കപ്പെട്ടു മുറാഖബത്തി സദീഖിഹി, തൻ്റെ സുഹൃത്തിനെ നിരീക്ഷിക്കുവാൻ ഹിൽമി ഹമാദയെ. ഫഅ്തിഖ മറ സാലിസ, 3-ാം തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലിഅന്നഹു ലം യകുൻ മുസ്തഈദൻ, കാരണം അദ്ദേഹം തയ്യാറായിരുന്നില്ല. ലിൽ ഖിയാം ബിൽ മുഹിമ്മ, ആ ഡ്യൂട്ടി നിർവഹിക്കുവാൻ. അൽ മുവക്കല ഇലൈഹി, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട. മിൻ ഖിബലി ളാബിത്തുൽ മുഖബറാത്ത്, ഇന്റലിജൻസ് ഏജൻസി ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള ആധാര ഖാലിദ് സഫ്വാനായിട്ടുള്ള.
തതമസല സൈനബ് അൽ ബത്ല ഫി റിവായ അൽ കർണക്. കർണക് എന്ന നോവലിലെ ഒരു ഹീറോയിൻ്റെ സ്ഥാനമാണ് സൈനബ് വഹിക്കുന്നത്. ഷാബ ജമീല, സുന്ദരിയായ ഒരു യുവതിയാണ്. ഫി മസല അൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ തുടക്കത്തിലുള്ള. തുഹിബ് ഇസ്മായിൽ ഷെയ്ഖിനെ ഇസ്മായിൽ ഷെയ്ഖിനെ അവൾ ഇഷ്ടപ്പെടുന്നു. വക്കാൻ തൈലൻ, അതോടൊപ്പം അവളും മുഅറദതൻ, അവളും വിധേയായി. ലിൽഇഅ്തിഖാൽ, അറസ്റ്റിനും വലിത്തഅദീബിൽ വഹ്ശി, മൃഗീയ പീഡനങ്ങൾക്കും, വലിൽ ഇഗ്തിസാബി, റൈപ്പിനും, ഫി ദാഖിലി സിജ്ൻ, ജയിലിൻ്റെ ഉള്ളിൽ വെച്ച്, ലദാ ഹബീബി ഇസ്മായിൽ, തൻ്റെ കാമുകനായ ഇസ്മായിൽ അടുക്കൽ വെച്ച്. ഖാലിദ് സഫ്വാൻ, അദ്ദേഹം ളാബിത്തുൽ മുഖാബറാത്ത്, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു ഓഫീസറാണ് അദ്ദേഹം. അതായത് യുമസിലു, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു അൽ ദുൽമ, അക്രമത്തെ, വൽ ഫസാദ, കുഴപ്പങ്ങളെ, വൽ ഖംഅ, സ്വേച്ഛാധിപത്യത്തെ, അടിച്ചമർത്തലിനെ, വൽ ഇസ്തിബ്ദാദ, സ്വേച്ഛാധിപത്യത്തെ, വലദി മുക്കില ബി മുറാഖബത്തിൽ ഹറക്കത്തി അസിറിയ, രഹസ്യ അന്വേഷണത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ ചുമതല അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വൽ അസ്വാത്തുൽ മുആയദ, അംഗീകരിക്കുന്ന ശബ്ദങ്ങളെയും, മിനൽ ജമാഹിരി, ജനങ്ങളിൽ നിന്നുള്ള, പൊതുജനത്തിൽ നിന്നുള്ള. ആർക്കെതിരെ? ളിദ്ദ സുൽത്ത, ഭരണകൂടത്തിനെതിരെ. യർമുസുർ റിവാ നജീബ് മഹ്ഫൂദ്, നജീബ് മഹ്ഫൂദ് സിംബലായിട്ട് സൂചനകൾ നൽകുന്നു. ബി ഷഖ്സിയ ഖാലിദ് സഫ്വാൻ, ഖാലിദ് സഫ്വാൻ എന്ന കഥാപാത്രത്തിലൂടെ, ഇലാ തുഗ്യാൻ, അക്രമങ്ങളിലേക്ക്, ഫസാദി റിജാലി സൗറത്തി യൂലിയോ വിപ്ലവത്തിൻ്റെ വക്താക്കളുടെ കുഴപ്പങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും നോവലിസ്റ്റ് നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ്. ഫി ഐ സനത്തിൻ നുഷ്റത്ത് അർ-റിവായ അൽ-കർണക്, ഏത് വർഷമാണ് ഈ കർണക് എന്ന നോവൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്? തഊദു ഖൽഫി അർ-റിവായ അൽ-കർണക് ഇലാ തിൽക അൽ-ഫത്ര അൽ-മുംതദ്ദ അല്ലതി ആശദഹ ജംഹൂരിയത്തു മിസ്ർ അൽ-അറബിയ്യ ബൈന ഹർബൈനി ഹുമാ. ഈ നോവലിൻ്റെ പിന്നാമ്പുറം അവ ചെന്നെത്തുന്നത് രണ്ട് യുദ്ധ കാലഘട്ടങ്ങൾക്കിടയിലുള്ള ഒരു പീരീഡിലേക്കാണ്. ആ രണ്ട് യുദ്ധങ്ങൾ ഏതാണ്? മാ ഹുവ സമൻ കിതാബത്ത് അർ-റിവായ അൽ-കർണക് അല്ലദി യത്തളിഹു മിൻ താരീഖ് അൽ-മദ്കൂർ ഫി നിഹായത്ത് അർ-റിവായ. നോവലിൻ്റെ അവസാനത്തിൽ പരാമർശിക്കപ്പെട്ട ആ ഡേറ്റ് ഏതാണ്? ആ ഡേറ്റ് അഥവാ ആ നോവൽ എഴുതിയ ഡേറ്റ് ആയിട്ട് പറയുന്നത്. തഹ്കീർ റിവായ അൽ-കർണക് അൽ-ഖംഉ വൽ ഇസ്തിബ്ദാദ് വൽ ഫസാദ് അൽ-മുൻതശിർ, വ്യാപിച്ചു കിടക്കുന്ന കുഴപ്പം, അടിച്ചമർത്തൽ, സ്വേച്ഛാധിപത്യം എന്നതിനെക്കുറിച്ചൊക്കെ ഈ കർണക് നോവൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് കാലത്ത്? ഫി സമനി ഹാക്കിമിൻ മിൻ ഹുക്കാം ജംഹൂരിയത്ത് മിസ്ർ അൽ-അറബിയ്യ, ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായിട്ടുള്ള വ്യക്തിയുടെ കാലഘട്ടത്തിലാണ്. മൻ ഹാദൽ ഹാക്കിം, ആരാണ് ഈ ഭരണാധികാരി? മാഹുൽ കർണക് ഫി ഹാദി റിവായ, ഈ നോവൽ പറഞ്ഞ കർണക് എന്താണ്? മൻ ഹിയ ഖുറൻഫുല, ആരാണ് ഖുറൻഫുല? ഖമ്മറത്തൻ ഉഅ്തിഖ ഇസ്മായിൽ ഷെയ്ഖ് എത്ര തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു? കാന സബഉ ഉഅ്തിഖാദ് ഇസ്മായിൽ ഷെയ്ഖ് ഫിൽ മറത്തിൽ ഊല, ഒന്നാം സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഇസ്മായിൽ ഷെയ്ഖിൻ്റെ അറസ്റ്റ് ആയിരുന്നു. മുജാലസതുമായ സദീഖിഹി, തൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഇരുത്തം. അല്ലാതെ യുഐദു ശുഇയ്യ, കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന. മൻഹുവ, അവൻ ആരാണ്? ലിമാദ ഉഅ്തിഖ ഇസ്മായിൽ ഷെയ്ഖ് മറ സാനിയ, എന്തിനാണ് രണ്ടാം തവണയും അറസ്റ്റ് ചെയ്യപ്പെട്ടത്? മൻഹുവ സൈനബ് ദിയാബ്, ആരാണ് സൈനബ് ദിയാബ്? മൻഹുവ ഖാലിദ് സഫ്വാൻ, ആരാണ് ഖാലിദ് സഫ്വാൻ? ഇല ഐ ഷൈഇൻ യർമുസ് നജീബ് മഹ്ഫൂദ് ബി ഷഖ്സിയത്തി ഖാലിദ് സഫ്വാൻ, ഖാലിദ് സഫ്വാൻ എന്ന കഥാപാത്രത്തിലൂടെ എന്ത് സിംബലാണ് അല്ലെങ്കിൽ എന്ത് സൂചനകളാണ് കാത്തിബായുള്ള നജീബ് മഹ്ഫൂദ്, നോവലിസ്റ്റ് നജീബ് മഹ്ഫൂദ് അവതരിപ്പിക്കുന്നത്? അതിന് ഉത്തരങ്ങൾ അവിടെയുണ്ട്, നമുക്കത് വെച്ച് നോക്കാം ഇൻഷാ അല്ലാഹ്. കൂടെ ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.